പ്രിയപ്പെട്ട പാട്ടുകാരൻ ശ്രീ പ്രദീപ് പള്ളുരുത്തിയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. പ്രദീപേട്ട, സ്വാഗതം. നമസ്കാരം. പ്രദീപേട്ടൻ്റെ പാട്ടുകൾ പ്രധാനമായിട്ടും സിനിമാ പാട്ടുകൾ, പാരഡി പാട്ടുകൾ, ഭക്തിഗാനങ്ങൾ, ഫെസ്റ്റിവൽ സോങ്സ്, പിന്നെ ലളിതഗാനങ്ങൾ പല വിധത്തിലുണ്ടല്ലോ. സൂപ്പർ ഹിറ്റായിട്ടുള്ള പാട്ടുകൾ ഒരുപാട് തവണ ഇത്തരം അഭിമുഖങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. നമുക്കതിലേക്ക് വരാം. വളരെയധികം ജനപ്രിയമായേക്കാവുന്ന ചില പാട്ടുകൾ പ്രദീപേട്ടനാണോ ശബ്ദം നൽകിയത് എന്ന ആളുകൾക്ക് ചിലപ്പോൾ സംശയമുള്ള ചില പാട്ടുകളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതിൽ ഒരു പാട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതായിട്ട് തോന്നി. ഇപ്പം നാഥ നീ വരുമ്പോൾ എന്ന വാസ്തവം എന്ന സിനിമയിൽ പാട്ടുണ്ടല്ലോ, ചിത്ര ചേച്ചി പാടിയത്. അതിലൊരു സ്വരം പോലെ, ഒരു ഈണം പോലെ കുറച്ച് പ്രദീപേട്ടൻ്റെ ശബ്ദം കൂടെ ചേർന്നിട്ടുണ്ട് ഇല്ലേ? ആ പാട്ടിനെ കുറിച്ച് അതിൻ്റെ ഓർമ്മകളൊന്നും പറയാമോ? അത് നല്ലൊരു ഓർമ്മയാണ്. കാരണം അലക്സിയേട്ടൻ്റെ കമ്പോസിങ് ആണല്ലോ വാസ്തവം. അപ്പോൾ ആ വാസ്തവത്തിൻ്റെ കമ്പോസിങ്ങിന് ഇരിക്കുന്ന സമയത്ത് ഒരു കൺഫ്യൂഷൻ ഇങ്ങനെ വരികയാണ്. അത് ഫസ്റ്റ് ബീജിയം എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ മൊത്തത്തിലൊരു കൺഫ്യൂഷനാണ്. അങ്ങനെ ഇരിക്കുമ്പോഴേക്കും നമ്മുടെ പപ്പേട്ടൻ പറഞ്ഞു അത് നമുക്കൊരു കൾച്ചറൽ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് അതെ എന്തുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനൊരു ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഞാനൊരു സജഷൻ പറയട്ടെ എന്ന്. അപ്പോൾ മിക്കവാറും എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സ്വാതന്ത്ര്യമുണ്ട്. സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയുമ്പോൾ ശരിക്കും അലക്സ് പോൾ എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടറുടെ കൂടെ മ്യൂസിക്കിൽ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് കുറേയധികം കുറേ കാലം അദ്ദേഹം. അതും ചിലപ്പോൾ ആളുകൾക്ക് അറിയണമെന്നില്ല കേട്ടോ, അതുകൊണ്ട് എടുത്ത് ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അന്ന് ഓർക്കസ്ട്രേഷൻ ചെയ്യുന്ന ബെന്നിച്ചേട്ടനാണ്, കോട്ടയം ബെന്നിച്ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ നമുക്ക് അങ്ങനെ കഥകളിയുടെ ഒരു മൂഡ് പിടിച്ചാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുള്ളി അതിൻ്റെ ഋതം പോലെ ഒരു സംഭവം ചെയ്തു. അന്ന് അവിടെ വെച്ചിട്ട് മൈക്കിൽ വെറുതെ പാടിയതാണ് ഇങ്ങനെ മതിമുഖി മണി ബാലേ മതിമുഖി മണി ബാലേ മാരുതനി ഗതിയേ മാരുതനി ഗതിയേ. ഒരു ഫ്രാഗ്രൻസ് കൊണ്ടുവരാന്നുള്ള സംഭവം മാത്രമേ ഉണ്ടായിരുന്നു. അത് നന്നായിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ കേൾക്കുമ്പോഴേക്കും പലരും അത് പ്രതിപേട്ടനാളെ പാടിയത് എന്ന് ഓർക്കുക, അതുകൊണ്ടാണ് എടുത്ത് ചോദിച്ചിട്ടോ. അപ്പം അങ്ങനെ ഒരു സംഗീത സംവിധാന സഹായിയായിട്ട് പ്രവർത്തിച്ചതിന് അനുഭവങ്ങൾ കുറച്ചുകൂടെ വിശദമായിട്ട് എങ്ങനെയാ പറയാൻ പറ്റുക? ഏതൊക്കെ പാട്ടുകളിൽ, പ്രൊജക്റ്റിൽ ഇങ്ങനെ എടുത്ത് പറയാവുന്ന ചെയ്തിട്ടുണ്ടോ? അലക്സിയേട്ടൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പുള്ളി എനിക്ക് ഒരുപാട് സ്വാതന്ത്ര്യം തരും പല കാര്യത്തിലും. അപ്പോൾ അങ്ങനെ പല കമ്പോസിങ്ങും നടക്കുന്ന സമയത്തൊക്കെ പുള്ളി ഇങ്ങനെ നമ്മളെ കൂടെ ഇരുന്നിട്ട് സംഭവം ചെയ്യിക്കാനാണ്. നമ്മളെ അടുത്തുനിന്നും ഒരുപാട് കാര്യങ്ങളുണ്ടാവും എന്ന് പുള്ളിക്ക് ധാരണയുള്ളതുകൊണ്ടായിരിക്കാം. അതിൽ എടുത്ത് പറയേണ്ടതേ ഏകദേശം 2005, 2006, 2007 അങ്ങനെ ഒരു വലിയ കാലഘട്ടം അലക്സ് പോൾ സംഗീതം ഇങ്ങനെ ഒരു അലയടിച്ച് തരംഗം സൃഷ്ടിച്ചൊരു സമയമുണ്ട്. തീർച്ചയായിട്ടും എല്ലാ പാട്ടുകളും ഹിറ്റായിരുന്ന ഒട്ടുമിക്ക സിനിമകളും പുള്ളി സംഗീതം നൽകുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അതെ തീർച്ചയായിട്ടും. ഒരേ സമയത്ത് 10 പടമൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ ചോക്ലേറ്റ് എന്ന് പറഞ്ഞ സിനിമ വരെ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ബ്ലാക്ക് എന്ന് പറഞ്ഞ സിനിമയിലൊരു അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കഥയുണ്ടല്ലോ, ഞാൻ മിക്കവാറും ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇപ്പൊ പറയുമ്പോൾ രസമുണ്ടോ? ഞാൻ അതിനകത്ത് അമ്പലക്കര തെച്ചിക്കാവല് പൂരം എന്നുള്ള പാട്ട് അത് എഴുതിയത് രഞ്ജിത്ത് സാറാണ്. അപ്പൊ രഞ്ജിത്ത് സാറിന്റെ കൂടെ ഇരുന്നിട്ട് അതിന്റെ എന്താ പറയുക, രഞ്ജിത്ത് സാറിന് അതിന് മീറ്റർ ഒപ്പിക്കാനും ഒക്കെ ഇട്ട് കൂടെ ഇരുന്നു. അങ്ങനെ രഞ്ജിത്ത് സാറുമായിട്ടൊരു വ്യക്തിബന്ധം ഉണ്ടായി. ശരി, ഈ അമ്പലക്കര തെച്ചിക്കാവല് പൂരം എന്നുള്ള പാട്ട് എനിക്ക് നഷ്ടപ്പെട്ടു. കുറച്ചുകൂടി എന്നേക്കാൾ നല്ലത് ശ്രീകുട്ടൻ ചേട്ടനാണെന്ന് വിചാരിച്ചിട്ട് ആ പാട്ട് ശ്രീകുട്ടൻ ചേട്ടൻ. മമ്മൂക്കയുടെ സിനിമയിൽ മമ്മൂക്ക വിഷ്വലിൽ വരുന്നതിൽ MG ശ്രീനിവാസ സാറിന്റെ സംഗീതം വന്നിട്ടുള്ള അപൂർവം ചില പാട്ടുകളിലൊന്നാണ്. മേഘം സിനിമയിലുണ്ട്, പല പടങ്ങളിലുണ്ട്, പിന്നെ വലിയാട്ടിലുണ്ട്. അല്ല, അങ്ങനെ അപൂർവം ഉള്ള ഒന്നാണ് ഈ പാട്ട്. പെർസെന്റേജ് വെച്ച് നോക്കുമ്പോൾ പിന്നെ പണ്ടൊക്കെ അദ്ദേഹം സ്വരം ഡയറക്റ്റ് ശബ്ദം നൽകിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ രാഘുവിന്റെ അവസരത്തിൽ ഒളിയമ്പുകൾ അങ്ങനത്തെ കുറെ പടങ്ങളൊക്കെ MG ശ്രീനിവാസൻ പാടിയിട്ടുണ്ട് മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ട്. ഇപ്പൊ പക്ഷേ താരതമ്യേന കുറവാണ്. അല്ല, അങ്ങനെ ഒന്നാണ് ഈ പാട്ട് എന്ന് പറയാ. അപ്പൊ അത് പിന്നെ അങ്ങനെ വന്നു. ചിലത് നഷ്ടപ്പെട്ടാലും നമുക്ക് പിന്നെ വീണ്ടും നമുക്ക് നല്ലത് സംഭവിക്കും. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ ആ നഷ്ടപ്പെട്ടതിനോർത്ത് വിഷമിക്കാതെ അടുത്ത പടി എന്താണെന്ന് നോക്കുക എന്നുള്ളതാണ് ശരിക്കും സാധാരണ ഗതിയിൽ ആൾ ചെയ്യേണ്ടത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ പുറകെ തന്നെ പിന്നെയും വീണ്ടും ഇതിൻ്റെ പുറകെ തന്നെ നടന്നു. അങ്ങനെ നടന്നപ്പോഴാണ് എനിക്ക് പാണ്ഡിമേളം എന്നുള്ള പാട്ട് കിട്ടിയത്. അത് ഹിറ്റായി. ഞങ്ങൾ തമ്മിലുള്ള ഒരു രാശിയുടെ ഒരു കാര്യം പറയുമ്പോഴാണ് പോത്തൻവാവ് എന്നൊരു സിനിമ. ആ സിനിമയുടെ കമ്പോസിങ്ങിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ തന്നെ ഒരു പാട്ട് അത് അന്ന് ഇങ്ങനെ കമ്പോസ് ചെയ്തിട്ട് ജോഷ് സാർ പറഞ്ഞു അത് മാറ്റി ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ മാറ്റി ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴേക്കും അലക്സേട്ടൻ അന്ന് എന്നെ രാത്രി വിളിച്ചു, വാ നമുക്ക് ഒരുമിച്ചിരിക്കാമെന്ന് പറഞ്ഞിട്ട്. രാത്രി ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നു. ഞാൻ പറയുകയാണ്, ശരിക്കും ആ പൊരുത്തത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അത്. ഓംകാരത്തിടമ്പുള്ള ദേവാംഗനേ
വേദാന്തത്തിടമ്പുള്ള നാദാംഗനേ മഞ്ജീര സല്ലാപമേ അരവിന്ദ മനസ്സിൻ്റെ മകരന്ദ ശ്രുതി നീയേ സല്ലാപമേ. ഉഗ്രം പാട്ടാ ശരിക്കും. അതില് വാവേ മകനെ പറഞ്ഞ പാട്ടൊക്കെ വളരെ ആഘോഷിക്കപ്പെട്ടിട്ടുണ്ട്. അതെ അതെ. ഈ പാട്ട് എനിക്ക് അത്ര സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നേ. പക്ഷെ അത് ഉഗ്രം പാട്ടാട്ടോ. അതെ, വയലാർ ശരത്ചന്ദ്രനാണ് എഴുതിയിരിക്കുന്നത്. ശ്രീകുമാരേട്ടന് ക്രിറ്റിക്സ് അവാർഡ് കിട്ടിയത്. നെടുമുടി വേണുസ്വരാണ് വിഷു. മനോഹരമായ പാട്ട്. അപ്പൊ അതിലും പ്രദീപേട്ടന്റെ ഒരു സംഗീതത്തിൻ്റെതായിട്ടുള്ള നിങ്ങൾ ഒന്നിച്ചാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? നല്ല ഓർമ്മയാണ്. ഇങ്ങനെ പറയുമ്പോഴായിട്ട് ആളുകൾക്ക് അറിയുള്ളൂ. ശരിക്കും ഇപ്പോ ഈ പാട്ട് നേരത്തെ കഥകളി പദം ഒക്കെ പറഞ്ഞപ്പോ ഒരു ശാസ്ത്രീയ സംഗീതത്തിന്റെ ഒരു പരിചയം പഠനം ചെറുപ്പം മുതലേ കാര്യമായിട്ട് പ്രതിഭേട്ടന് ഉണ്ടായിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുള്ള എല്ലാം അടിപൊളി പാട്ടുകൾ പാടുന്ന പ്രതിഭേട്ടനെയാണ്. ക്ലാസിക്കൽ മ്യൂസിക്കിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഏത് വിധത്തിലാണ്? ഞാൻ ശരിക്കും പറഞ്ഞാല് ആദ്യം, അതായത് 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യത്തെ പാട്ട് പാടുന്നത്. അത് പാട്ട് പാടുന്നത് സ്റ്റേജിൽ പാടുന്നത് ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ ചന്ദനം പൂക്കുന്ന ദിക്കിൽ തൃത്താപ്പൂവിനും മുത്തം കൊടുക്കുന്ന തൃക്കാർത്തിക രാത്രി. ഇതാണ് ആദ്യമായിട്ട് പാടുന്ന പാട്ട്. അതിനുശേഷം പിന്നെ സ്റ്റേജിൽ വരുമ്പോൾ, സ്റ്റേജിൽ 4ാം ക്ലാസ്സിൽ വന്നിട്ട് ആ ഒരു പാട്ട് പാടുന്നു. ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും സുന്ദര ഹേമന്തരാത്രി എന്നെ നിന്മാറിലെ വനമാലയിലെ മന്ദാരമലരാക്കൂ ഇവിടം വൃന്ദാവനമാക്കൂ. ഈ പാട്ടാണ് ഞാൻ 4ാം ക്ലാസ്സിൽ പാടുന്നത്. ഈ 4ാം ക്ലാസ്സിൽ അത് പാടിയപ്പോൾ തൊട്ടാണ് ഞാനൊരു പാട്ടുകാരാണെന്ന് ഞാൻ തന്നെ മനസ്സിലാക്കുന്നത്. ഇതിലേറെ പ്രത്യേകത ഗന്ധർവ ക്ഷേത്രം എന്ന സിനിമയിൽ പാടിട്ടാണ് വയലാർ ദേവരാജൻ. അതെ, നോക്കൂ, ആ പഴയ പാട്ടുകൾ പാടുമ്പോൾ ഇപ്പോൾ ഒരു അക്ഷരം പോലും തെറ്റുന്നില്ല, മാറുന്നില്ല. പുതിയ സ്വന്തമായിട്ട് പാടിയ പാട്ട് പോലും പാടുമ്പോൾ ചിലപ്പോൾ വരിതൊക്കെ ഓർമ്മ വരും. അതാണ് പുതിയ പാട്ടും പഴയ മനസ്സിൽ പതിഞ്ഞു. അന്ന് പിന്നെ അതിനുശേഷം പിന്നെ ഞാൻ സ്കൂളിലെ പാട്ടുകാരനാവുകയാണ്. അപ്പോഴൊന്നും ഈ സംഗീതം പഠിക്കണമെന്നോ സംഗീതം ഇതിന്റെ ഒരു ഭാഗമാണെന്നോ കർണാടക സംഗീതത്തിന്റെ ഭാഗമാണെന്നൊന്നും എനിക്കറിയില്ല. പാടി കേട്ടപ്പോൾ അതിന്റെ അനുപല്ലവിയോട് കേൾക്കാൻ ഒരു ആഗ്രഹം. ജസ്റ്റ് 2 വരികളും പാടാൻ പറ്റും. ഒഴുകുമീ വെണ്ണില പാലരുവി. ഒഴുകുമി വെണ്ണില പാലരുവി ഒരു നിമിഷം കൊണ്ടൊരു യമുനയാക്കൂ പ്രേമോദയങ്ങളിൽ മെയ്യോടു ചേർക്കുമൊരു ഗാനഗന്ധർവനാക്കു എന്നെ നിൻ ഗാനഗന്ധർവനാക്കു. അതെ, അങ്ങനെ സ്കൂളിൽ അത് പാടി. പിന്നെ സ്കൂളിൽ പാട്ടുകാരനായി. അപ്പോൾ ആ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ആരോ എന്നോട് 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണെന്ന് പറഞ്ഞാൽ എന്നോട് പറഞ്ഞു, താൻ ഇങ്ങനെ പാടിയാൽ പോരാ, സംഗീതം പഠിക്കണം. അപ്പോഴാണ് എന്നെ സംഗീതം പഠിക്കണമെന്നുള്ളൊരു ആഗ്രഹം തോന്നുന്നത്. അതാണ് എന്താണെന്ന് പോലും എനിക്കറിയില്ല. കർണാടക സംഗീതമെന്നോ ഹിന്ദുസ്ഥാനി സംഗീതമോ അങ്ങനെ നമുക്കൊന്നും അറിയില്ല. അങ്ങനെ എൻ്റെ ഒരു വലിയച്ഛനാട്ടോ അത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ട് ഞാനങ്ങനെ രാമൻകുട്ടി ഭാഗവതർ എന്ന് പറഞ്ഞിട്ട് എൻ്റെ വീടിനടുത്ത് ഒരു ഭാഗവതരുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ പഠിക്കാൻ ചേർന്നത്. അത് വലിയൊരു അനുഭവമായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളൊരു അക്കാലഘട്ടത്തിലെ പഠനം. കാരണം വളരെ സാത്വികനായ ഒരു മനുഷ്യൻ, സംഗീതത്തെ മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ, ഒരു മഹാഗുരു എന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിക്കുന്നതാണ്. പക്ഷെ അത്രയും ഭയങ്കര ഒരു സാത്വികനായിട്ടുള്ളൊരു ഗുരുവായിരുന്നു. അപ്പോൾ ആ സാറിൻ്റെ അടുത്താണ് ഞാൻ പഠിക്കാൻ ചേർന്നത്. ആ കാലഘട്ടത്തിലുണ്ടായിരുന്നൊരു ഡെവലപ്മെൻറ്റ് അത് നല്ലതാണ്, വളരെ നല്ലതായിരുന്നു. സംഗീതപരമായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. കുറച്ചുകൂടി കാര്യങ്ങൾ എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യണമെന്നൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചൊക്കെ സാറിൻ്റെ അടുത്ത് നിന്നാണ്. അങ്ങനെ കിട്ടിയിട്ടുള്ള അനുഭവം പ്രത്യക്ഷത്തിൽ ചിലപ്പോൾ ഒരുപാടധികം കച്ചേരി പോലുള്ള അവതരണങ്ങൾ അധികം ഉണ്ടാവില്ലെങ്കിലും പ്രതിവട്ടം പാടിയ പല പാട്ടുകളിലും ഇപ്പം മെലഡി ആവാം, അല്ലെങ്കിൽ കുറച്ചൊരു ക്ലാസിക്കൽ സ്വഭാവമാവാം, അതിൽ അത്തരത്തിലൊരു സംഗീത സ്പർശം നൽകാൻ സാധിച്ചിട്ടുണ്ടാവണം. ഞാൻ ഉദാഹരണം, എനിക്ക് വളരെ പ്രിയപ്പെട്ട, ഞാൻ പ്രതിവട്ടനോട് പലതവണ പറഞ്ഞിട്ടുള്ളൊരു പാട്ട്, ഒരു ആൽബമാണ്, ഒരു ഭക്തിഗാന ആൽബമാണ്, ശിവഗംഗയും പാലാഴിയും. ആ പാട്ടിലൊരു സംഗീതാത്മകത, ഒരു ഭക്തി സാന്ദ്രത എടുത്തു പറയേണ്ടതാണ്. 2 വരി ഒന്ന് പാടാൻ പറ്റുമോ? ശിവഗംഗയും പാലാഴിയും നിന്നെ പ്രണമിച്ചു നിൽക്കുന്നു പമ്പേ, ഹരിഹരസുതനെന്നും നീരാട്ടിനെത്തുമ്പോൾ
ഹരിയും ഹരനും ആറാടുന്നു നിന്നിൽ, ഹരിയും ഹരനും ആറാടുന്നു. ആ സംഗീതത്തിൽ ഭക്തിയുണ്ട് അല്ലേ? അത് ആലാപനത്തിൽ വരുമ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന ഈ പാട്ടുകളൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 20 വർഷം മുമ്പുള്ളതാണ്. അതെ അതെ. അന്ന് ഇതിനൊക്കെ മാർക്കറ്റ് ഉണ്ട്. ഓഡിയോ കാസറ്റുകൾ, ഓഡിയോ CDs, ചാനലുകളിൽ പോലും ഭക്തിഗാനങ്ങൾ കാണിക്കുന്ന, ആൽബംസ് കാണിക്കുന്ന അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. ഹരി തന്നെ അങ്ങനത്തെ ഒരു ഞാൻ ഡയറക്റ്റ് ചെയ്ത ചില പ്രോഗ്രാംസ് ഉണ്ട്, TV ഷോസിലൊക്കെ ഇത് ഉൾപ്പെടുത്തിയിരുന്ന സമയമുണ്ട്. അപ്പോൾ അതിനൊക്കെ ലളിതഗാനങ്ങളായിക്കോട്ടെ, ആൽബം സോങ്സ് ആയിക്കോട്ടെ, ഡിവോഷണൽ സോങ്സ് ആയിക്കോട്ടെ, വലിയ രീതിയിൽ ആളുകൾ ഇങ്ങനെ അത് കടയിൽ പോയി കാസറ്റും CD വാങ്ങി കേൾക്കുന്ന ഒരു കാലം അല്ലേ? അതൊരു സുവർണകാലമായിരുന്നു. അയ്യോ, വല്ലാത്ത ഒരു തരം ഭയങ്കര കാര്യമായിരുന്നു. കാരണം ആ സമയത്തൊക്കെ ആണല്ലോ ഞങ്ങളൊക്കെ ഇങ്ങനെ പാരഡികളൊക്കെ ഒരുപാട് ചെയ്തിരുന്നത്. അതെ, ഞാനീ പറയുന്നതിനും 10 വർഷം മുമ്പ് നോക്കിയാൽ 90s പാരഡി കാസറ്റുകളിലൂടെ ഓണക്കാലമായാൽ കാത്തിരുന്ന് വാങ്ങിയിരുന്ന കാലം. നമുക്ക് ഇനി ആ ഓർമ്മകളിലേക്ക് വരാം. അതൊന്ന് പറയുന്നു. അത് ഞങ്ങളിങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഓണത്തിനടക്ക് പുട്ടുകച്ചടം എന്ന് പറഞ്ഞൊരു കാസറ്റ്, നവോദയ, സൈമൺ ജെ നവോദയ എന്ന് പറഞ്ഞിട്ട് ചേട്ടനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്കാണത്. അപ്പോൾ അദ്ദേഹം ചെയ്തിട്ട് നമ്മുടെ ദിലീപിന്, ആദർശ, അബി, ഷിയാസ് ഒക്കെ വർക്ക് ചെയ്തിരുന്നതാണ് മറ്റേ അതിനകത്ത്. അപ്പോൾ ഒരു 3-ാമത്തെ എപ്പിസോഡ്, 3-ാമത്തെ വർഷം അവർ സാധനം ചെയ്യുന്ന സമയത്ത് അവരെല്ലാം മാറി. അവർ മാറിയിട്ട് പിന്നെ അവർ മാവേലി കുമ്പത്ത് എന്ന് പറഞ്ഞ സംഭവത്തിലേക്ക് പോയി. 93 ആയിരിക്കും കാലം. കാരണം തേന്മാവിൻ കുമ്പത്ത് ഇറങ്ങിയതിന് ശേഷമാണല്ലോ. അതെ അതെ. അതിന് ശേഷമാണ് ഞാൻ അവിടെ എൻട്രി ആവുന്നത്. അവിടെ അന്നിപ്പോൾ ആ സമയത്ത് ഞാൻ ചെല്ലുമ്പോൾ നമ്മൾ ഈ അടുത്ത് മരിച്ചുപോയൊരു നടനുണ്ട്, ദിലീപ് ശങ്കർ എന്ന് പറഞ്ഞാൽ. ദിലീപ് ശങ്കർ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് പാട്ട് എഴുതിക്കൊണ്ടിരുന്നത്. കുറെ പാട്ട് അദ്ദേഹത്തിന്റെ പാടിയിട്ടുണ്ട് ഞാൻ. എനിക്ക് തോന്നുന്നു, എനിക്ക് ഓർമ്മ വരുന്നത് അന്ന് ആ സമയത്തൊക്കെ നമ്മുടെ ടി വി വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആന്റീന വേണം അല്ലേ? അതന്നെ, തിരിക്കണം, ബുദ്ധിമുട്ടണം, കഷ്ടപ്പെടണം, ഒരുപാട് പണിയുണ്ട്. അപ്പോൾ ആ സമയത്ത് പുള്ളി അതിനെപ്പറ്റി എഴുതിയൊരു പാട്ടുണ്ട്. അക്കാണും വീടിന്റെ മേടിയിലെല്ലാം മീനിന്റെ മുള്ളെന്താ നാട്ടുകാര. മാവേലി ചോദിക്കുക, മീനിന്റെ മുള്ളല്ലാതാൻറ്റീനയാ, സീരിയൽ കാട്ടുന്ന കുന്ത്രാണ്ടമാ. അങ്ങനത്തെ കുറെ രസകരമായ സംഭവങ്ങളുണ്ട്. പിന്നെ ഈ രമേശ് കുമശ്ശേരി, രമേശ്, അദ്ദേഹത്തോടൊപ്പം അദ്ദേഹം എഴുതി പ്രതിവട്ടം പാടിയിട്ടുണ്ടല്ലോ കുറെ പാട്ട് പാടി. അതിൽ തന്നെ ഇപ്പൊ നമ്മള് മാവേലി കൊമ്പത്ത് തേന്മാവിൻ കൊമ്പത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ, അതിലാണല്ലോ കറുത്ത പെണ്ണെ എന്ന് പറഞ്ഞ പാട്ട്. അതിന്റെ പാരഡി ആയിട്ട് നമ്മൾ അയ്യപ്പഭക്തിയാണ് ചെയ്തിട്ടുണ്ട്. കറുത്ത മുണ്ടും രുദ്രാക്ഷമാലയും ചാർത്തിക്കൊണ്ട് വരുന്നു ഞങ്ങൾ കന്നി അയ്യപ്പന്മാരാ ഞങ്ങൾ. അത് പ്രതിഭടന പാടിയതെന്തോ ആയിരിക്കും. അതെ, ഭക്തിഗാനങ്ങളിൽ ഒരു സിനിമാ പാട്ടിന്റെ പാരഡി ഉണ്ടായിരുന്ന അങ്ങനെ എന്തൊക്കെ ഓർമ്മകളല്ലേ. അപ്പോ ശരിക്കും ഒരു റെക്കോർഡ് തന്നെയാണെന്ന് പറയാം. ഞാൻ മനസ്സിലാക്കുന്ന ഒരു 4500-ഓളം പാട്ടുകൾ പാരഡി തന്നെ പാടിയിട്ടുണ്ട്. പാടിയിട്ടുണ്ട്. ലോകത്ത് എവിടെയെങ്കിലും ആരെങ്കിലും ഇങ്ങനെ പാടിയിട്ടുണ്ടായിരിക്കില്ല എന്ന് തോന്നുന്നു. വലിയ നേട്ടമല്ലേ ശരിക്കും പറയാം. അതെ അതെ അതെ. ശരിക്കും പറഞ്ഞാല് അതൊക്കെ കളക്ട് ചെയ്ത് വെച്ചിരുന്ന് നമ്മള് കുറച്ച് ശ്രമിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു ഗിന്നസ് റെക്കോർഡ് ഉണ്ടാക്കായിരുന്നു. ഞാൻ പറയട്ടെ, ഞാൻ പാരഡി പാട്ടുകൾ വളരെയധികം ആരാധിക്കുന്ന ആളാണ്. അപ്പോൾ നേരത്തെ ഞാൻ ഡയറക്റ്റ് ചെയ്തിരുന്ന ഫൺസ് അപ്പോൺ എ ടൈം എന്നൊരു ഷോയില് സുധീർ പറവൂർ പിന്നെ പാരഡി പാടിയിട്ട് ട്രെൻഡ് വീണ്ടും ക്രിയേറ്റ് ചെയ്തു. എത്രയോ നല്ല അതൊക്കെ ഹിറ്റ്. ഇപ്പൊ യൂട്യൂബിൽ എത്ര മില്യൺ വ്യൂ വന്നിട്ടുണ്ട് സുധീർ പാടിയ പല പാട്ടുകളും വലിയൊരു ഇടവേളയ്ക്ക് ശേഷം. ഈ പാരഡി പാട്ടുകളായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ അതിന്റെ ആലാപനത്തോടൊപ്പം തന്നെ പാട്ട് എഴുതുന്നതിലുള്ള ഒരു സ്കില്ല് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അതിൽ മിമിക്കയും നാദൃശക്കയും അവര് നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുണ്ട് അല്ലേ? ഭയങ്കര മീറ്ററിങ്. ഈ നാദൃശ കറക്റ്റ് മീറ്ററിൽ സാധനം എഴുതും. മിമിക്ക എന്ന് പറഞ്ഞാല് കറക്റ്റ് മീറ്ററിൽ സാധനം എഴുതിയിട്ട് അതിന്റെ കൂടെ അഡീഷണൽ ഒരു സാധനം ചേർക്കും. അത് നമ്മൾ വിചാരിക്കാത്ത, അതായത് താളത്തിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു താളത്തിൽ ഇങ്ങനെ ഒരു സാധനം വരാൻ പറ്റുമോ എന്ന് വിചാരിക്കുന്നിടത്ത് പുള്ളി അത് ആ പദം പ്രയോഗിക്കും. അത് എന്ത് രസമായിരിക്കും. പിന്നെ ചില കഥകളൊക്കെ ഉണ്ടാവും. ഉദാഹരണം, അരച്ച ചന്ദനം മണക്കും കുങ്കുമം എന്ന് പറഞ്ഞ പാട്ടില്ലേ, അതിന്റെ ജോർജുട്ടിൻ ജോസുട്ടി കുഞ്ഞുനാളെ തൊട്ട് മുടിഞ്ഞ ഇഷ്ടത്തില. ഇപ്പൊ ജോർജുട്ടിൻ ജോസുട്ടിൻ കുഞ്ഞുനാളെ തൊട്ട് മുടിഞ്ഞ ഇഷ്ടത്തില, അവർ രണ്ടാളും കൂടിയിട്ട് ഗൾഫിൽ നിന്ന് വന്നിട്ടും ആ ബന്ധം വിട്ടിട്ടില്ല. ജോർജ് സോഡ വാങ്ങിക്കുടിച്ചാൽ ആ ഏമ്പക്കം ജോസ് വിടും, ജോസ് ചാർമീനർ വലിച്ചാൽ ആ ജോർജ് തൊണ്ട കുത്തിച്ചൊമയ്ക്കും, ഇപ്പൊ കണ്ടാ മിണ്ടൂല. ക്ലൈമാക്സ് വലിയൊരു സിദ്ധിയല്ലേ ഇങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ. അയ്യോ അയ്യോ, അത് പാടിയ പ്രതിഭട്ടനായിരുന്നു. ഞാനായിരുന്നു.
അതാണ് പെട്ടെന്ന് പറഞ്ഞു വരുമ്പോൾ എന്തൊക്കെ ഓർമ്മകളാണ്. അതാണ് ഓർമ്മ വരുന്നത്. പിന്നെ നാദിർഷക്കയുടെ തന്നെ നാദിർഷക്ക എഴുതുന്നതിന്റെ ഓർമ്മ ഈ ശാന്തമീ രാത്രിയിൽ ഇപ്പൊ തുടരും സിനിമയിൽ വീണ്ടും പാട്ട് ഹിറ്റായല്ലോ, അതിന്റെ ഒരു പാട്ട് മോന്തുവാൻ രാത്രിയിൽ വാടി മീനാക്ഷിനി ഓണമായി എന്നൊരു പാട്ട്, അതിന്റെ അനുപല്ലവിയില് ആ കാണും ചാരായ ഷാപ്പിന്റെ മൂലയില് ഫിറ്റായിരിക്കുന്നത് ആര്, മദ്യത്തിനെതിരായി പടവാളുയർത്തുന്ന നേതാവ് ഗോവിന്ദനാണ്. ലെവലേശം ലെവലില്ല, മൂപ്പർക്ക് കുടിമൂത്ത് ലിവറില്ല. അത് എഴുതുന്നെങ്കിലും ഇല്ലാത്തൊരു അതെ. മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ സാറ് മറ്റു ഭാഷകളിൽ നിന്ന് മൊഴിമാറ്റം നടത്തിയിട്ട് മലയാളത്തിൽ ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെയുള്ള അദ്ദേഹം എഴുതും അല്ലാതെയൊക്കെയുള്ള കുറേ ഈ മൊഴിമാറ്റ സിനിമകളിലെ പാട്ടുകൾ പ്രതിഭട്ടൻ പാടിയിട്ടുണ്ടല്ലോ കാര്യമായിട്ട്. പിന്നെ കുറെ പാടിയിട്ടുണ്ട്. എനിക്ക് തോന്നണേ ആ ഇന്ത്യൻ എന്ന് പറഞ്ഞ സിനിമ തുടങ്ങിയ സമയത്തായിരിക്കും. ടെലിഫോൺ പാട്ട്, മായാമച്ചിന്ദ്ര, കുറെ പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ എനിക്ക് തോന്നുന്നു അങ്ങ് വൈകുണ്ഠാപുരത്ത് മറ്റേ അല്ലു അർജുന്റെ പടമില്ലേ, അതിൽ വരെ ഞാൻ പാടി. ഇനി ഹിറ്റ് സിനിമാ പാട്ടുകളിലേക്ക് വരുമ്പോൾ അവിടെയും എഴുത്തുകാരനെ നമ്മൾ ഒന്നുകൂടെ അനുസ്മരിക്കണം. അനിൽ പനച്ചൂരാൻ, വ്യത്യസ്തനാം ഒരു ബാർബറാം ബാലൻ എന്ന പാട്ട് എം ജയചന്ദ്രൻ സാറിൻ്റെ സംഗീതത്തിലാണ്. ആ പാട്ടിൻ്റെ വരിയും ഈണവും ആലാപനവും പിന്നെ അതിൻ്റെ രംഗത്ത് അഭിനയിച്ചിരിക്കുന്നവരെല്ലാം കൂടി ഒരു പുതിയ അനുഭവമാണ് കാഴ്ചക്കാർക്ക് നൽകിയത്. തീർച്ചയായിട്ടും അതെ. അതിൽ അദ്ദേഹത്തിൻ്റെ വരികൾ ഓരോന്നും പുളകം പതയ്ക്കുന്ന ക്രീമുമായി എത്തി വദനം എനിക്കുന്ന മീശപ്രകാശ, ബിച്ചു തിരുമല സാറ് പലപ്പോഴും എഴുതുമ്പോൾ ഇത്തരത്തിലുള്ള ചില പ്രയോഗങ്ങൾ നടത്തുന്ന ആളാണ്. അത്തരത്തിലുള്ള ശ്രമങ്ങൾ വളരെ അപൂർവമാണ് സത്യം സിനിമ പാട്ടിൽ. കുറച്ചും കൂടി കാൽപ്പനികമായിട്ടും കാവ്യാത്മകമായിട്ടുള്ള കൂടുതൽ ഇവർ എഴുതുക. ഇതിൽ ആ മുഴുവൻ അങ്ങനെയാണ് വരി എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ. അത് പ്രതിഭേട്ടന് നല്ലൊരു കരിയറിലെ സൂപ്പർ പാട്ടാണ്. സൂപ്പർ പാട്ട് എന്ന് പറഞ്ഞാൽ അതുപോലത്തെ ഒരു പാട്ട് എനിക്ക് വേറെ കിട്ടിയിട്ടില്ല എന്ന് പറയാം. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, പാട്ട് നല്ലത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ശ്രദ്ധിക്കപ്പെട്ട പാട്ട് ചിലപ്പോ വന്നിട്ടില്ല. ഒന്ന് വരാൻ പോകും. ആ പിന്നെ തീർച്ചയായിട്ടും വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല, തലവടിക്കുന്നോർക്ക് തലവനം ബാലൻ, തലവടിക്കുന്നോർക്ക് തലവനം ബാലൻ, വെറുമൊരു ബാലനല്ലിവനൊരു കാലൻ ബാലൻ, ഒരു കാലൻ മുടിമുറിശീലൻ, അതിലോലൻ മുഖവടിവേലൻ, ജനതോഴൻ നമ്മുടെ ബാലൻ 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 ബാലൻ. എന്തൊക്കെ വിശേഷണങ്ങളല്ലേ. അനുപല്ലവി കൂടെ ഒന്ന് പാടാമോ? പുളകം പതയ്ക്കുന്ന ക്രീമുമായെത്തി വദനം മിനുക്കുന്ന മീശപ്രകാശ, പുളകം പതയ്ക്കുന്ന ക്രീമുമായെത്തി വദനം മിനുക്കുന്ന മീശപ്രകാശ, ആമാശയത്തിൻ്റെ ആശ നിറവേറ്റാൻ രോമാശയങ്ങൾ അറുക്കുന്ന വീര, താരരാജാവിൻ്റെ സ്നേഹിതൻ ബാലൻ, ഈരാറ്റുപേട്ടേന്ന് വേരറ്റ ബാലൻ, ഒന്നുമേ അറിയാത്ത പാവത്തിനെ പോലെ, ഒന്നുമേ അറിയാത്ത പാവത്തിനെ പോലെ എല്ലാം ഒളിപ്പിച്ചു വയ്ക്കുന്ന കള്ളൻ ബാലൻ. ഗംഭീര പാട്ട്. ആസ്വാദികരമായിട്ടും അല്ലെങ്കിൽ അത്രത്തോളം നന്നായിട്ട് പാടാൻ കഴിഞ്ഞത് എൻ്റെ ഒരു പ്രീവിയസ് എക്സ്പീരിയൻസ് ആണ്. കറക്റ്റ്. കാരണം ഞാൻ ഈ ഭക്തിഗാനം വരെ പാരഡി പാടി. ഈ ഭക്തിഗാനത്തിൻ്റെ ഒരു മൂഡ് എന്താണോ അതിൽ നിന്ന് മാറിയിട്ടാണ് ഞാനൊരു പാരഡി പാടുന്നത്. അതെ. അപ്പോൾ ആ ഒരു ഫീലിലേക്ക് മാറാൻ ഒരു പാട്ട് എങ്ങനെ റെൻഡർ ചെയ്യണമെന്നൊക്കെ ഞാൻ അവിടെ നിന്ന് പഠിച്ചു. ശരിയാണ് അല്ലേ? ഇതിൽ തന്നെ കുറെ വേരിയേഷൻസ് ഉണ്ട്. മോഡുലേറ്റ് ചെയ്യുന്ന ഒരുപാട് ഒരു ഏരിയാസ് ഉണ്ട്. ആ സംഭവം ഞാൻ അവിടെ നിന്ന് പഠിച്ചതാണ്. അപ്പോൾ അങ്ങനെ പഠിച്ചത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ എൻ്റെ അതിനേക്കാൾ മുമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ഈ കഥാപ്രസംഗക്കാരൻ്റെ പിൻപാട്ടുകാരനായിട്ടൊക്കെ പാടാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഒരു കാഥികൻ്റെ മാനറിസങ്ങൾ എങ്ങനെയാണെന്നും ഒക്കെ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഇന്റർപോൾ യുവജനോത്സവത്തിൽ ഞാൻ കലാപ്രതിഭയായിരുന്നു. അപ്പോൾ കലാപ്രതിഭയായിരുന്നപ്പോൾ അതിൽ എൻ്റെ ഒരു മത്സര ഇനം കഥാപ്രസംഗമായിരുന്നു. കഥാപ്രസംഗത്തിൽ എനിക്ക് അന്ന് ഫസ്റ്റ് ആയിരുന്നു. അപ്പോൾ എൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ശരിക്കും എനിക്കതിന് ഗുണം ചെയ്തിട്ടുണ്ട് ആ പാട്ട് പാടുമ്പോൾ. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എം ജയചന്ദ്രനെ പോലെ ഒരു മ്യൂസിക് ഡയറക്ടർ, അദ്ദേഹത്തിനെ സഹായിക്കാനുള്ള ഇളങ്കോ ചേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടൻ ഉണ്ടായിരുന്നു. ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ, അത് നമ്മൾ ഒരുപാട് സഹായിച്ചത്. പിന്നെ പ്രദീപേട്ടന് സ്വതസിദ്ധമായിട്ടൊരു നർമ്മബോധം ഉള്ളത്, ആ ഹ്യൂമർ സെൻസ് പാട്ടിൽ പലയിടത്തും കൊണ്ടുവരാൻ പറ്റും. ഈ പാട്ടിലുണ്ട് വോട്ട് എന്ന പാട്ടുണ്ടല്ലോ, തെരഞ്ഞെടുപ്പ് എടുക്കുന്ന ക്ലാസ്മേറ്റ്സിലെ വോട്ട്
ഒരു തെരഞ്ഞെടുപ്പ് അടുക്കണ സമയത്ത് വിലയുള്ള നോട്ട്, ഈ നോട്ട് ചുടു മനസ്സിന്റെ നിറമുള്ള മഷി കൊണ്ട് വിധിയിട്ട ചീട്ട്, ചുമ്മാതെ കളയരുതമ്മിണിയേ, പൊതു സമ്മാനമാക്കൂ സോദരിയേ, ജയമെന്നും നമുക്കേ പൈങ്കിളിയെ, ജയ് കേരള വിദ്യാർത്ഥി മുന്നണിയെ, ചോര തുടിക്കണ കയ്യുകളെ, സിന്ദൂര താര പതാക തരൂ, ചെങ്കതിരണിയാൻ കൂടെ വരൂ, നല്ല സഖാവിനൊരൊട്ടു തരൂ, ഈ നാടിനു വേണ്ടി ഒരൊട്ടു തരൂ, ഓ തക 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 വോട്ട്, ഒരു തെരഞ്ഞെടുപ്പ് അടുക്കണ സമയത്ത് വിലയുള്ള നോട്ട്. പ്രതിവട്ടം നമ്മൾ ഇനി പുതിയ സിനിമാ പാട്ടുകളെ കുറിച്ചുകൂടെ പറയാണല്ലോ. ഏതൊക്കെയാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള പാട്ടുകൾ? ലാസ്റ്റ് വന്ന പാട്ട് ചാട്ടുളിയാണ്, മറ്റേ ഷൈൻ ടോമിൻ്റെ പാട്ട് സിനിമ ചാട്ടുളിയാണ് അത് വന്നത്. പിന്നെ ഇനിയിപ്പോൾ വരാനായിട്ടൊരു 4 സിനിമയും കൂടി ഉണ്ട്. എല്ലാം ഗംഭീരമാവട്ടെ. പ്രതിവേട്ടൻ പാടിയിട്ടുള്ള പലവിധ പാട്ടുകൾ നമ്മൾ പറഞ്ഞു. അതിൽ ഡിവോഷൻ സോങ്സും സിനിമാ പാട്ടുകളും പാരഡി ഗാനങ്ങളും ഒക്കെ പറഞ്ഞു. ഫെസ്റ്റിവൽ സോങ്സ് അല്ലെങ്കിൽ ചില ലളിത ഗാനങ്ങൾ അങ്ങനെയും പാടിയിട്ടുണ്ടല്ലോ. പെട്ടെന്ന് അങ്ങനെ ഓർത്ത് പാടാമെങ്കിൽ ദൂരെ എന്നൊരു പാട്ടുണ്ട്. അതെ അത് ഈ നമ്മുടെ പിന്നെ കൊറോണ ടൈമിന് ചെയ്ത പാട്ടാണ്. അതിങ്ങനെ പ്രവാസികൾ, അതിങ്ങനെ നമ്മളിങ്ങനെ എല്ലാവരും കഷ്ടപ്പെടുന്നു, പ്രവാസികൾക്ക് നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല, നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനൊരു ചിന്തയിൽ നിന്ന് ഉരുത്തിരിഞ്ഞൊരു പാട്ടാണ്. അതിപ്പോൾ എഴുതിയത് അനീഷ് എന്ന് പറഞ്ഞിട്ട് ഒരു കുമ്പളങ്ങിലുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം എഴുതിയിട്ട് ഞാൻ ട്യൂൺ ചെയ്ത് ഞാൻ തന്നെ പാടിയൊരു പാട്ടായിരുന്നു. പാടാമോ? പിന്നെ ദൂരെ തിരിതാഴും അലകടലിന്നോരത്ത് ആരും കനിയാതൊരു വാസം പ്രവാസം, ദൂരെ തിരിതാഴും അലകടലിന്നോരത്ത് ആരും കനിയാതൊരു വാസം പ്രവാസം, മണൽ കാറ്റൊന്നു വീശുമ്പോൾ മഞ്ഞൊന്നു നനുനന പെയ്യുമ്പോൾ ഇടറാത്ത മിഴിയിന്നും നനയുന്നുവോ നിറയുന്നുവോ, ദൂരെ തിരിതാഴും അലകടലിന്നോരത്ത് ആരും കാണാതൊരു വാസം പ്രവാസം. പ്രതിവേട്ട ആലാപനം കൊണ്ട്, അല്പസ്വല്പം അഭിനയം കൊണ്ട്, വേണമെങ്കിൽ കുറച്ചൊരു അവതരണം കൊണ്ട്, സംഗീത ആവിഷ്കരണത്തിലുള്ള മികവ് കൊണ്ട്, അങ്ങനെ പല വിധത്തിൽ പ്രതിവേട്ടൻ ഞങ്ങളെല്ലാവരും ആസ്വദിപ്പിക്കുന്നു. അതിലൊക്കെ ഉപരിയായിട്ട് സഹൃദയനായിട്ടൊരു വ്യക്തി, ഒരു നല്ല കലാകാരൻ എന്ന നിലയിലും പ്രതിവേട്ടൻ പ്രിയപ്പെട്ട ആളാണ്. എല്ലാ ആശംസകളും. അവസാനം പറഞ്ഞാൽ എനിക്കിഷ്ടം. എപ്പോഴും സഹൃദയനായിരിക്കുക, അല്ലേ, നല്ല മനുഷ്യനായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അതാണ് ഏറ്റവും വലിയ നേട്ടം. അതെ, ഓൾ ദി ബെസ്റ്റ്. അതങ്ങനെ തന്നെ ആവട്ടെ. ഓക്കെ.